ഞങ്ങളിതെല്ലാവരും കൂടി എങ്ങോട്ടാണെന്നല്ലേ? ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിലേക്കാണ് ഞങ്ങളിത് പോകുന്നത്. ദാ ഇത് നിച്ചു, കൂട്ടത്തിലേക്കും വെച്ച് ഏറ്റവും വലിയ ബിരുദനായവൻ. ഇതെൻ്റെ ചേച്ചി, ഇതെൻ്റെ ചേട്ടൻ. ഇവരെന്തിനാ വന്നതെന്നല്ലേ? ഇവിടെ ഈ കുടുംബക്ഷേത്രത്തിൽ വെച്ച് ഒരു അന്നദാനം ഞങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. മോൻ്റെ പേരിലുള്ള അന്നദാനമാണ്. 100 പേർക്ക് ഭക്ഷണം വെച്ച് കൊടുക്കുന്നതായിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ 100 പേർക്കുള്ള ഭക്ഷണം വയ്ക്കാൻ എനിക്ക് വലിയ പിടിയില്ലാത്തത് കൊണ്ട് ഞാൻ കൊല്ലത്തുനിന്ന് എൻ്റെ ചേട്ടനെയും ചേച്ചീനെയും പൊക്കിയെടുത്ത് ഇവിടെ കൊണ്ടുവന്നു. എന്നാൽ പിന്നെ കൂട്ടത്തിലെല്ലാവരും പോന്നു. ശരിയെന്ന് എല്ലാവരും പോരട്ടെ എന്ന് വിചാരിച്ചു. ഇത് വലിയ ആർഭാടമുള്ള ദിവസമോ അങ്ങനെയുള്ള കൂട്ടങ്ങളുള്ള ദിവസങ്ങളോ ഒന്നും അല്ല. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഇട ദിവസമാണ്. അതുകൊണ്ട് വലിയ ആർഭാടങ്ങളും പ്രത്യേകതകളും ഒന്നുമില്ല. ഞങ്ങളുടെ കുടുംബം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ പിന്നെ ഈ എസ്റ്റേറ്റിലുള്ള മറ്റ് ചേച്ചിമാരോടും ചേട്ടന്മാരോടും ഒക്കെ ഇങ്ങനെ ഒരു അന്നദാനം ഉണ്ട്, ഉച്ചയാകുമ്പോഴത്തേക്ക് വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞങ്ങളുടെ കുലദൈവം. ശരിക്കും പറഞ്ഞാൽ ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ കുലദൈവം കോയിലാണ് കേട്ടോ. പിന്നെ സമയമായപ്പോൾ ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ വന്നു. എല്ലാവരും അവർക്ക് വിളമ്പി കൊടുത്തു. കുറച്ച് പേര് കുറച്ച് വീട്ടിലേക്കൊക്കെ എടുത്തുകൊണ്ട് പോയി. പിന്നെ അടുത്തുള്ള വീടുകളിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാനും ചേച്ചിയും ഒക്കെ ആ കല്ലിന്മേലിരുന്ന് നല്ല രസമായിരുന്നു കേട്ടോ.